സാറിൻ്റെ ഇനി സാർ കുറച്ച് പേഴ്സണലായിട്ട് ആദ്യം നമുക്ക് ആയിക്കോട്ടെ. സാറിന് മകൾക്കൊരു മകനുണ്ടല്ലോ, അപ്പം പേരക്കുട്ടി പണ്ടത്തെ ഫിലിംസൊക്കെ കണ്ടിട്ട് എന്താ ഇപ്പോഴത്തെ അഭിപ്രായം പറയാറ്? കമൻസ്, പേരക്കുട്ടിയുടെ കമൻസ്? ഇല്ല, അവൻ അങ്ങനെ പഴയ പടങ്ങൾ അധികം കാണാറില്ല. അതൊന്നും ടി വിയുടെ മുമ്പ് ആ പടങ്ങളൊന്നും കൊച്ചു പിള്ളേരിരുന്ന് കാണാറില്ല. ഇല്ല, അവരിപ്പോഴത്തെ പടങ്ങളും കാണാറില്ല. അവർ കാർട്ടൂൺ കാണും, അല്ല അതുപോലെ വല്ലതൊക്കെ കാണുന്നതല്ലാതെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കും. അപ്പോൾ ഒരു മലയാളം പടം ഇട്ട് കൊടുത്താൽ അവൻ ഒരിക്കലും മുഴുവൻ ഇരുന്ന് കാണില്ല. അത് കാരണം അവൻ അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തിയേറ്ററിലൊക്കെ പോയിട്ട് ഫിലിം കാണുമോ? ചില ഫിലിംസൊക്കെ കാണും. പിന്നെ സാറിന് ഒഴിവ് സമയം കിട്ടാറുണ്ടോ? ഈ ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ ഫിക്സഡായിട്ടൊരു പണിയുള്ള ആളുകൾ കാണില്ലേ ഒഴിവ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒഴിവ് സമയം കിട്ടാറില്ല. എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് എന്തെങ്കിലും ഒരു ഹോബീസ്? ഇല്ല, ഹോബിക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരുമാതിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വീട്ടു കാര്യങ്ങൾ നോക്കിയാൽ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ വല്ല കൺസ്ട്രക്ഷനോ വല്ലതും ഒക്കെ ഉണ്ടാവും, മരാമത്തുണ്ടാവും, പിന്നെ ഈ സിനിമയുണ്ടാവും, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു ഹോബി എന്ന് പറഞ്ഞിട്ടൊരു ഹോബി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിലിംസിനോടല്ലാതെ വേറെ ഒന്നിനോടും ക്രേസ് തോന്നിയിട്ടില്ലേ? അല്ല, എനിക്ക് ഫിലിമിനോടും അങ്ങനെ ക്രേസ് തോന്നിയിട്ടില്ല. അങ്ങനെ ഒന്നിനോടും ക്രേസ് എനിക്ക് ആക്ടിങ് ഒരു ക്രേസ് ആയിരുന്നു. അതെ, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ ഒരു ക്രേസായി. ഈ ഡയറക്റ്റ് ചെയ്യാൻ ക്രേസായി എന്ന് പറയാനൊക്കില്ല. ഡയറക്റ്റ് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ ആസ് എൻ ആക്ടർ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു എന്നിലുള്ള ആർട്ടിസ്റ്റിനെ കാണിക്കാനുള്ള ഒരു അന്തരീക്ഷം ഞാൻ കണ്ടില്ല ഫ്രം അതർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. സോ ഐ ഹാവ് ടു ഷോ മൈസെൽഫ് ഓഫ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതുവരെയുള്ള ഈ പരികുട്ടിയും പിന്നെ ഓളവും തീരത്തിലുള്ള ആ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെഗറ്റീവ് റോൾ ചെയ്യുമെന്ന് പറഞ്ഞില്ല. ജസ്റ്റ് ഐ വോണ്ടഡ് ടു ഷോ മൈ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊരു ക്രേസ് അല്ല അത്. അതെ. അപ്പം സാറ് പരീക്കുട്ടി എന്ന് പറഞ്ഞപ്പോഴോ, ഇപ്പോഴത്തെ യുവാക്കൾ ആരെങ്കിലും താടി വെച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും, പാട്ട് പാടാൻ തുടങ്ങും, മാനസമൈനേ വരൂ. ഇല്ല, പരീക്കുട്ടിക്ക് താടി ഉണ്ടായിരുന്നില്ല. ഇല്ല, അപ്പോൾ ഒരു നിരാശാ കാമുകൻ്റെ ഒരു ഫീലിംഗ് വരുമ്പോൾ അത് എത്രയോ കാലമായില്ലേ ആ പാട്ട് ഇറങ്ങിയിട്ട്. അത് സാറിന് എന്താ തോന്നി? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ യുവാക്കളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? അതിനൊരു ഇല്ല, അത് ഇപ്പോഴും ഒരു ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിന് ടൈം ഒരു ബാറല്ല, ദാറ്റ്സ് എ ലാൻഡ് മാർക്ക്. അപ്പോൾ അന്ന് അതുവരെ വന്ന പടങ്ങളിലേക്ക് വെച്ചൊരു ഈ മാനസമൈനേ വരും എന്നുള്ളതിൻ്റെ ആ ആകെപ്പാടെയുള്ള ഈ സിറ്റുവേഷനും അതിൻ്റെ ടെക്നിക്കൽ സൈഡും പാട്ടും മ്യൂസിക്കും ലൈൻസും പിന്നെ ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റും ഒക്കെ കൂടി ഏതാണ്ട് ഒരുമിച്ച് വന്നിട്ട് ഒരാളുകളുടെ ഹൃദയത്തിൽ കാര്യമായിട്ടൊന്ന് കടന്നു കയറാൻ സാധിച്ച ആദ്യത്തെ സാധനമായിരിക്കും. സോ അതുകൊണ്ടിങ്ങനെ അതെ. ഞാൻ ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മിക്കവാറുമുള്ള പടങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ബിഫോർ കല്യാണത്തിന് മുൻപ് ഗർഭവതിയാവണമായിരുന്നു ശരിക്കുള്ള പ്രോബ്ലം. ഒരു 60s ഒരു അപ് ടു മിഡിൽ ഓഫ് 70s ശാരദയൊക്കെ അഭിനയിക്കുന്ന കാലത്ത് മിക്കവാറുമുള്ള പടങ്ങളിൽ ഇങ്ങനെ ഈ ഗർഭമായിരുന്നു പ്രധാന പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം പറയാൻ നേരത്ത് ശകുന്തളയെ ഓർമ്മ വരണേ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആദ്യമായിട്ടുള്ള ലാൻഡ്മാർക്ക് ആയത് ശകുന്തളയാണ്. അപ്പോഴൊക്കെ ശകുന്തളയാണ് ഓർമ്മ വരുന്നത്. അതെ, അത് കഴിഞ്ഞ് പിന്നെ ഓർമ്മ വരേണ്ടത് നീലക്കുയിലിനെ, കുമാരിയാണ് ഓർമ്മ വരുന്നത്. മനസ്സിലായില്ലേ? അതാണ് കാരണം. സർ, ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവേ ഈ ഫിലിം ഫീൽഡിലുള്ളവർ കുറച്ചൊരു വിശ്വാസികളായിരിക്കും. ഇപ്പം ഒരു ഫിലിം എടുക്കുമ്പം അതിൻ്റെ പേര് ആദ്യം ഇന്ന അക്ഷരത്തിൽ തുടങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണോ ഈ മാധവൻ നായർ മധുവായത്? ഞാൻ മധുവായത് അറിഞ്ഞില്ല. അത് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ പടം അന്ന് ആ തിയേറ്റർ ഇപ്പം തിയേറ്ററായിട്ടില്ല, ചിത്ര തിയേറ്റർ എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ചിത്ര തിയേറ്റർ. ആ ചിത്ര തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഞാൻ പോയി പടം കണ്ടപ്പോൾ എൻ്റെ പേരില്ല എൻ്റെ ടൈറ്റിലിൽ. അന്ന് ഇതുപോലെയല്ല, ഇപ്പോൾ സിനിമ ഈ ആക്ടേഴ്സിനൊന്നും പേര് കാണിക്കാറില്ലല്ലോ സിനിമയിൽ. മറ്റങ്ങനെയല്ല, ആദ്യമേ ആർട്ടിസ്റ്റിൻ്റെ എല്ലാവരുടെയും പേര് കാണിക്കും. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേര് മാത്രം ഇട്ടിട്ടില്ല. ഞാൻ അപ്പോൾ ശോഭന എന്നപ്പോൾ ഒരു നേരെ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ പേരിടാത്തത്. അയ്യോ, നിങ്ങളുടെ പേരുണ്ടല്ലേ, രണ്ടാമത്തെ പേരാണ് നിങ്ങളുടെ. അവർ രണ്ടാമത്തെ ഞാൻ കണ്ടില്ല. അത് ഞങ്ങൾ ഇത് സൗകര്യത്തിന് വേണ്ടി മധു എന്നാക്കിയെന്ന്. അതിനുശേഷം എനിക്ക് അന്നും വലിയ സന്തോഷമുള്ള പേരായിരുന്നില്ല. കാരണം
ഞാൻ സ്വല്പം വലിയ ആളാണെന്നൊരു ഫീലിംഗ് ഉണ്ട്. എന്നെ നീ ഇത്ര ചെറിയതാക്കി പറഞ്ഞാൽ അതെ വലിയ ഐ വാസ് നോട്ട് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഓക്കെ. പുനർജന്മത്തിൽ ഐ മീൻ ഇനിയുള്ള ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അടുത്ത ജന്മം വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസം ഇല്ല എന്ന് പറയാൻ ഒക്കില്ല. കാരണം അറിയില്ല, ആ ഉണ്ടോന്നോ ഇല്ലോന്നോ അറിയില്ല. പക്ഷെ പല കഥകൾ നമുക്കെല്ലാം വിവരമുള്ള ആളുകൾ, എന്നെക്കാളും വലിയ വിവരമുള്ള ആളാണ് ശങ്കരാചാര്യർ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പുനരഭിജനനം പുനരഭിജനനം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെക്കാളും വലിയ ആളല്ലേ അദ്ദേഹം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലേ. വലിയ ആളുകൾ പറയുന്നതാണല്ലോ, ജലദോഷത്തിൻ്റെ മരുന്ന് പോലെ ഏതോ പഴയ വലിയവരും പറഞ്ഞാണല്ലോ ഇപ്പോൾ കഴിക്കുന്നത്. സോ യു ഹാവ് ടു ബിലീവ്. ഓക്കെ. അങ്ങനെ ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ സാറിന് മധുസാറായിട്ട് തന്നെ ജനിക്കണം എന്നാണോ ആഗ്രഹം, ഇല്ലെങ്കിൽ എന്തായി ജനിക്കണം എന്ന് ആഗ്രഹം? അല്ല, ഈ മധു ആയിട്ട് ജനിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നും ഇല്ല എന്നുള്ളതല്ലാതെ ഐ വുഡ് ലൈക്ക് ടു ബി സംതിങ് ഡിഫറെൻറ്റ്. പ്രിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത്രയും 10-40 കൊല്ലം ഈ ഇപ്പം തന്നെ മധുവായിട്ട് കഴിഞ്ഞില്ലേ, ഇനി അത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ. അപ്പോൾ എന്താണെന്ന് ആഗ്രഹം? അങ്ങനെ ആഗ്രഹിക്കാൻ പോയി അങ്ങനെയൊക്കെ പോയി എവിടെ ഏത് വന്നിരുന്നാലും ഏതാണ്ട് ഒരു മധുവിൻ്റെ ലെവലിൽ എത്തണമെന്നുണ്ട്. എന്നുവെച്ചാൽ അങ്ങ് ആകാശത്തെത്തണമെന്നില്ല, താഴെ ആയി പോരുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. ഓക്കെ.